DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് അതത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക കൃത്യമായി ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്തു വരികയാണ്. അതോടൊപ്പം കുടിശ്ശിക പെൻഷനും പടിപടിയായി വിതരണം ചെയ്ത് തീർക്കുകയാണ്. ഇപ്പോഴിതാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ ഒരറിയിപ്പ് എത്തിയിരിക്കുകയാണ്. നവംബർ മാസത്തിൽ 3200 രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും ലഭിക്കുമെന്ന അറിയിപ്പാണ് എത്തുന്നത്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുക പ്രഖ്യാപിച്ചത്. അതിൻ്റെ വിതരണം നവംബർ 6-ാം തീയതി തന്നെ ആരംഭിച്ചിരുന്നു. ആ 1600 രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴിതാ വീണ്ടും ഒരു 1600 കൂടി എത്തുകയാണ്. ഈ നവംബർ മാസം 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ ഇതിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. അത്തരത്തിൽ ഈ നവംബർ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലും കൈകളിലേക്കും ലഭിക്കുന്നത് 3200ഓളം രൂപയാണ്. മാർച്ച് മാസം മുതൽ അതത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക സർക്കാർ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തു വരികയാണ്. അതോടൊപ്പം കുടിശ്ശിക തുക പടിപടിയായി വിതരണം ചെയ്ത് തീർക്കുന്ന നടപടികളിലേക്കും സർക്കാർ കടന്നുകഴിഞ്ഞു. നവംബർ മാസം 6-ാം തീയതി വിതരണം ആരംഭിച്ചത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവായിരുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ. അതിനാൽ തന്നെ നവംബർ മാസത്തെ തനത് പെൻഷൻ ഇനി വിതരണം ചെയ്യുമെന്നും അത് 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 26 ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ള കൈകളിൽ സഹകരണ ജീവനക്കാർ വഴി വാങ്ങുന്നവർക്കും ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് ഈ തുക ലഭിക്കുക എന്നതാണ്. അതോടൊപ്പം സ്ത്രീ ഗുണഭോക്താക്കൾ പുനർവിവാഹിതയല്ല, വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് മൂലം പലരുടെയും പെൻഷൻ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ സ്ത്രീ ഗുണഭോക്താക്കളെല്ലാം നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യണം. സേവന പെൻഷൻ വെബ്സൈറ്റിൽ പെൻഷൻ ഐഡിയോ ആധാർ നമ്പർ ഉപയോഗിച്ചോ സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇതിൽ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നിങ്ങൾ ഏതൊക്കെ രേഖകളാണ് ഹാജരാക്കിയിട്ടുള്ളത്, എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇതിൽ കാണാം. സ്ത്രീ ഗുണഭോക്താക്കൾ മാത്രമല്ല, എല്ലാവർക്കും സേവന പെൻഷൻ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം. അത്തരത്തിൽ തുക മുടങ്ങി കിടക്കുന്നവരെല്ലാം നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് സേവന വെബ്സൈറ്റിലൂടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാത്തത് മൂലം പെൻഷൻ തുക മുടങ്ങിയവർ അത് കൃത്യമായി ചെയ്ത് പെൻഷൻ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഈ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഈ 2024-ൽ സമർപ്പിക്കണോ എന്ന് നിരവധി പേർക്ക് സംശയമുണ്ട്. നിലവിൽ ഈ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അറിയിപ്പുകൾ. കാരണം 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാനുള്ള നിർദ്ദേശം സർക്കാർ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളവർക്ക് മറ്റ് രേഖകളൊന്നും ഇനി സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വീണ്ടും ലഭിക്കുവാനായി ഇനി യാതൊരു രേഖകളും നിലവിൽ സമർപ്പിക്കേണ്ട എന്നാണ് വ്യക്തമാക്കുന്നത്. അവർക്ക് ഈ ആനുകൂല്യം മുടങ്ങാതെ തന്നെ വരും മാസങ്ങളിലും ലഭിക്കുമെന്നാണ് അറിയിപ്പുകൾ. അതിനാൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യമൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. നവംബർ മാസത്തിൽ 1600 രൂപ വിതരണത്തെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൻ്റെ വിതരണത്തിൻ്റെയും വിതരണ പ്രഖ്യാപനത്തിൻ്റെയും കൃത്യമായ അറിയിപ്പുകൾ വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ പെൻഷൻ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.